Assalamualaikum warahmatullahi wabarakatuh. Bismillahi walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. DRSN ലൈവ് ശ്രോതാക്കൾക്ക് ഒന്നും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ബഹുമാനിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ പറയുകയാണ്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ബഹുമാനിച്ചാൽ കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ 10 നേട്ടങ്ങളാണ്. ഒന്ന്, ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കും. ആയുസ് ഇങ്ങനെ കൂടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ആയുസ് ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസിന് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടതും ദ്വാരിപ്പിക്കേണ്ടതും. ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാൻ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ബഹുമാനിക്കണം. രണ്ടാമത്തെ നേട്ടം, സമ്പത്തിൽ വർധനവ് ലഭിക്കും. സമ്പത്തിൽ വർധനവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ബിൽഗേറ്റോ അല്ല അംബാനിയോ അല്ലെങ്കിൽ അതിനേക്കാളുള്ള മേലെ വലിയ പൈസക്കാരാവുന്നല്ല. പിന്നെയോ അള്ളാഹു നൽകിയ ആ സമ്പത്തിൽ ബർക്കത്ത് ലഭിക്കും. മാത്രമല്ല അവനേക്ക് ആവശ്യമുള്ളപ്പോൾ അള്ളാഹു തആല പണങ്ങളെ കൊണ്ട് സഹായിക്കും എന്നാണ് അതിന്റെ താല്പര്യം. മൂന്നാമത് പറയുന്നു, കുടുംബത്തിൽ സുരക്ഷയുണ്ടാകും. കുടുംബത്തിൽ സുരക്ഷയുണ്ടാകണോ? എന്നാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ബഹുമാനിച്ചേ പറ്റൂ. നാലാമത് പറയുന്നു, പാവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. നാം ചെയ്യുന്ന പാവങ്ങള്, ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മോചനം അരുതി വരുത്തും. അത് നമ്മൾ ചെയ്യാതിരിക്കാൻ, ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ആ തെറ്റിലേക്ക് ആകർഷിപ്പിക്കാതിരിക്കാൻ അല്ലാഹു തആല ഒരു പ്രത്യേകമായ മോചനം നൽകുന്നു. അഞ്ചാമത് പറയുന്നു, കൂലിയിൽ വർധനവ് ലഭിക്കും. അല്ലാഹു നൽകുന്ന സവാബ്, കൂലി അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആറാമത് പറയുന്നു, തസ്ഹീറുൽ മൗത്ത്, മരണവേദന കുറയുകയാണ്. മരണത്തെ ആരും ആഗ്രഹിച്ചു പോകുന്നത്, പടച്ച റബ്ബേ ഞങ്ങൾ അവസാനം മരിക്കുന്ന സമയത്ത് ആ സഹറാത്തിന്റെ ഹാലിൽ അല്ലാഹുവേ ഞങ്ങൾ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണമെന്ന് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ ആ തസ്ഹീറുൽ മൗത്തിന് വേണ്ടി മരണമാസന്നമാകുന്ന സമയത്ത് ഒരു ലഘൂകരണത്തിന് വേണ്ടി ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ബഹുമാനിക്കണമെന്ന് ഗൗസുൽ ആലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏഴാമതായി പറയുന്നു, ഇരുൾ നിറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു തആല വെളിച്ചം നൽകുന്നു. തമസ് നിബിഡമായ സ്ഥലങ്ങള്, 6 അടി ഖബർ, അത് ഇരുട്ടറയാണല്ലോ, അവിടെ വെച്ചുകൊണ്ടും അല്ലാഹു തആല വെളിച്ചം നൽകുന്നു. എട്ടാമത് പറയുന്നു, തുലാസിൽ കനം കൂടുകയാണ്. ആരെങ്കിലും ഒരാളുടെ അമല് കൊണ്ട് കനം കൂടിയാൽ അയാളുടെ ജീവിതം സൂര്യസ് ജീവിതമാണ്. അപ്പോ ആ തുലാസിൽ കനം കൂടണമെങ്കിൽ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസത്തിനെ ബഹുമാനിക്കണം. മാത്രമല്ല, 9ാമത് പറയുന്നു, വീഴ്ചകളിൽ നിന്ന് മോചനം ലഭിക്കും. വീഴ്ചകൾ വരുന്ന സമയത്ത് അതിനുള്ളൊരു മോചനമായി അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനിക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. 10ാമത് പറയുന്നു, പദവികൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ഥാനത്തിന് വേണ്ടി നീ കയറി പറ്റി അല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി അരാജകത്വം നൽകാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിക്രമിയായി നീ മാറേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നതമായ പദവി തരുമെന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാണ്. 10ഓളം കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ സകലമാന നിമിഷങ്ങളിലും പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.